നേമമണ്ഡലത്തിൽ വി ശിവൻകുട്ടിയും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള പോരാട്ടം 2026 തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ആകർഷണം തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മാത്രം 22,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയ രാജീവ് ചന്ദ്രശേഖറിന്റെ കരുത്തിനെ മറികടക്കുക എന്നത് ശിവൻകുട്ടിക്ക് വലിയ വെല്ലുവിളി തന്നെയാണ്. കഴിഞ്ഞ തവണ വെറും 3,949 വോട്ടുകൾക്ക് ബി.ജെ.പിയിൽ നിന്ന് മണ്ഡലം പിടിച്ചെടുത്ത ശിവൻകുട്ടിക്ക് ഇക്കുറി ആ നേരിയ ഭൂരിപക്ഷം നിലനിർത്താൻ കഠിനമായി അധ്വാനിക്കേണ്ടതായി വരും. ഫുൾ മാർക്ക് നേടി നേമത്തിൽ നിന്ന് നിയമസഭയിലെത്താൻ ശിവൻകുട്ടിക്ക് സാധിക്കുമോ? കുട്ടികളുടെ പ്രിയപ്പെട്ട മന്ത്രി അപ്പൂപ്പൻ എന്ന ജനപ്രീതിയും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും തനിക്ക് ഫുൾ മാർക്ക് നേടിത്തരുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. ബി.ജെ.പിയെ തടയാൻ ആഗ്രഹിക്കുന്ന മതേതര വോട്ടുകൾ തനിക്ക് പിന്നിൽ അണിനിരക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ശിവൻകുട്ടി. ലോക്സഭയിലെ വോട്ട് ചോർച്ച നികത്തി നിയമം കാക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഇന്ന് ഉറ്റുനോക്കുന്നത്. എന്താണ് നേമത്ത് സംഭവിക്കാൻ പോകുന്നത്? മന്ത്രിയുടെ പ്രോഗ്രസ് കാർഡിൽ നേമത്ത് രക്ഷയുണ്ടാകുമോ? നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താം. തിരുവനന്തപുരം ജില്ലയിലെ എക്കാലത്തെയും രാഷ്ട്രീയ ചൂടുള്ള പോരാട്ട ഭൂമിയായ നേമത്ത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വി ശിവൻകുട്ടി തന്നെയാകും ഇടതുപക്ഷത്തിന്റെ നായകനെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഒരു കാലത്ത് ബി.ജെ.പിയുടെ കേരളത്തിലെ ഗുജറാത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒ രാജഗോപാലിലൂടെ NDA അക്കൗണ്ട് തുറന്ന മണ്ഡലം തിരിച്ചുപിടിച്ച ജനനായകൻ എന്ന പ്രതിച്ഛായ ശിവൻകുട്ടിക്ക് വലിയ രാഷ്ട്രീയ മുൻതൂക്കം തന്നെയാണ് നേമത്ത് ഇതിനോടകം തന്നെ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനും അതുപോലെ കുമ്മനം രാജശേഖരനും അണിനിരന്ന ശക്തമായ ത്രികോണ മത്സരത്തെ അതിജീവിച്ച് വിജയിച്ചു കയറിയ ചരിത്രം കൂടിയാകുമ്പോൾ നേമത്തേക്ക് എത്താൻ ശിവൻകുട്ടിക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ സ്കൂൾ കുട്ടികൾക്കിടയിലും അതുപോലെ രക്ഷിതാക്കൾക്കിടയിലും വി ശിവൻകുട്ടിക്ക് വലിയ സ്വീകാര്യത നേടാനും സാധിച്ചിട്ടുണ്ട്. പരീക്ഷാ ഫലങ്ങൾ കൃത്യസമയത്ത് പ്രഖ്യാപിക്കുന്നതിലും സ്കൂൾ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും അദ്ദേഹം കാണിച്ച കാര്യക്ഷമത രാഷ്ട്രീയ ഭേദമന്യേ അംഗീകരിക്കപ്പെട്ടതാണ്. കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദപരമായ സമീപനം കുടുംബങ്ങൾക്കിടയിൽ ഒരു ക്ലീൻ ഇമേജും അദ്ദേഹത്തിന് നൽകി. നേമത്തെ റോഡുകളുടെ നവീകരണത്തിനായി കഴിഞ്ഞ വർഷം മാത്രം 10 കോടിയോളം രൂപയുടെ ഭരണാനുമതി ലഭിച്ചത് വലിയൊരു നേട്ടമായി അദ്ദേഹം ഉയർത്തി കാണിക്കും. റോഡുകൾക്ക് പുറമെ കിള്ളിപ്പാലം അട്ടക്കുളങ്ങര റോഡിന്റെ വീതി കൂട്ടൽ, സ്കൂളുകളുടെ സ്മാർട്ട് പദവി, ശുദ്ധജല വിതരണ പദ്ധതികൾ എന്നിവ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായ വികസന വികാരം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. മാത്രമല്ല ബി.ജെ.പിക്ക് വലിയ സ്വാധീനമുള്ള നേമത്ത് വർഗീയതയ്ക്കെതിരെ ഉറച്ചു നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി ശിവൻകുട്ടിയെ മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടർമാരും മതേതര വിശ്വാസികളും കണക്കാക്കുന്നു. 2021 ബി.ജെ.പിയുടെ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നേമത്തെ ബി.ജെ.പി അക്കൗണ്ട് പൂട്ടിച്ചു എന്ന ക്രെഡിറ്റ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ വലിയ രാഷ്ട്രീയ ആയുധം തന്നെ. ദീർഘകാലമായി തിരുവനന്തപുരം നഗര രാഷ്ട്രീയത്തിൽ സജീവമായ അദ്ദേഹം മുൻ മേയർ കൂടിയാണ്. മണ്ഡലത്തിലെ വോട്ടർമാരെ പേരെടുത്ത് വിളിക്കാവുന്ന അത്രയും വ്യക്തിപരമായ ബന്ധങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോഴുമുണ്ട്. കൂടാതെ CPM-ന്റെ താഴെത്തട്ടിലുള്ള ശക്തമായ സംഘടനാ സംവിധാനവും ബൂത്ത് തലത്തിലുള്ള ചിട്ടയായ പ്രവർത്തനവും ശിവൻകുട്ടിയുടെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നേമം മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ UDF വോട്ടുകളുടെ ഒഴുക്ക് എപ്പോഴും ഒരു നിർണായക ഘടകമാണ് എന്ന കാര്യമാണ്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ശിവൻകുട്ടിയുടെ വിജയത്തിൽ ഈ വോട്ട് മാറ്റം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ബി.ജെ.പിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ UDF അനുഭാവികളിൽ ഒരു വിഭാഗം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തത് അന്ന് വലിയ ചർച്ചയായിരുന്നു. ഇക്കുറിയും അത്തരമൊരു സാഹചര്യം വി ശിവൻകുട്ടിക്ക് അനുകൂലമാകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാകില്ല. പ്രധാനമായും NDA ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്ന മണ്ഡലങ്ങളിൽ മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോയാൽ അത് ബി.ജെ.പിക്ക് ഗുണകരമാകുമെന്ന ഭയം വോട്ടർമാർക്കിടയിൽ ഉണ്ടാകാറുണ്ട്. UDF സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ വേണ്ടത്ര സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല എന്ന് തോന്നിയാൽ ബി.ജെ.പിയെ തടയാൻ പ്രാപ്തിയുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ വോട്ടർമാർ ശിവൻകുട്ടിയിലേക്ക് അടുക്കാൻ സാധ്യതയുമുണ്ട്. ഈ സ്ട്രാറ്റജിക് വോട്ടിംഗ് രീതി നേമത്ത് മുൻപ് പ്രകടമായിട്ടുള്ളതാണ്. എങ്കിലും ഇത്തവണ UDF നേമത്തിൽ സ്വീകരിക്കുന്ന നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ തവണത്തെ പോലെ കെ മുരളീധരനെ പോലെയുള്ള കരുത്തരായ നേതാക്കളെ തന്നെ രംഗത്തിറക്കാനാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നത് എങ്കിൽ UDF വോട്ടുകൾ ചോരുന്നത് തടയാൻ അവർക്ക് സാധിക്കും. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ വോട്ടുകൾ കൃത്യമായി 3 വിഭജിക്കപ്പെടുകയും അത് ശിവൻകുട്ടിയുടെ ഭൂരിപക്ഷത്തെ കാര്യമായി ബാധിക്കുകയും ചെയ്തേക്കാം. ചുരുക്കി പറയുകയാണെങ്കിൽ ബി.ജെ.പി വിരുദ്ധ വോട്ടുകളുടെ ഏകീകരണം വി ശിവൻകുട്ടിയുടെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകമാണ്.
UDF സ്ഥാനാർത്ഥിയുടെ കരുത്തും അവരുടെ പ്രചാരണ രീതിയുമാണ് ഈ വോട്ട് സമാഹരണം നടക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഘടകം. BJPയെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന വോട്ടർമാരെ തന്നിലേക്ക് അടുപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് ശിവൻകുട്ടിയുടെ പ്രധാനപ്പെട്ട കരുത്ത്. വിജയ സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എങ്കിലും ശിവൻകുട്ടി നേരിടാൻ പോകുന്ന വെല്ലുവിളികളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഒരിക്കൽ കൈവിട്ടു പോയ മണ്ഡലത്തെ തിരിച്ചുപിടിക്കാൻ ഇറങ്ങുന്ന BJP തന്നെയാണ്. നേമം മണ്ഡലത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയായി എത്താനുള്ള സാധ്യത രാഷ്ട്രീയ കേരളം അതീവ ഗൗരവത്തോടെ തന്നെ നോക്കിക്കാണുന്നു. 2025 മാർച്ചിൽ BJP സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ അദ്ദേഹം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ നേമത്ത് നിന്ന് മത്സരിക്കുമെന്ന് ഇതിനോടകം തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചും കഴിഞ്ഞിട്ടുണ്ട്. ഇത് ശിവൻകുട്ടിക്കും ഇടതുപക്ഷത്തിനും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അതായത് മത്സരം കടുക്കുമെന്നർത്ഥം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ നേമം നിയമസഭാ സെഗ്മെന്റിൽ മാത്രം 22,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ കരുത്ത് തെളിയിക്കുന്ന ഘടകമാണ്. ഒരു ടെക്നോക്രാറ്റ് എന്ന നിലയിലുള്ള പ്രതിച്ഛായയും വികസന രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും നഗരപ്രദേശങ്ങളിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് കളത്തിലിറങ്ങുമ്പോൾ അത് പ്രവർത്തകർക്ക് നൽകുന്ന ആവേശം ചെറുതുമല്ല. ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഈ പടയൊരുക്കം പ്രതിരോധിക്കാൻ കൂടുതൽ ശക്തമായ തന്ത്രങ്ങൾ കണ്ടെത്തിയേ മതിയാകൂ. 2021 3949 വോട്ടുകൾക്ക് BJPയുടെ കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ച ശിവൻകുട്ടിക്ക് ഇത്തവണ അതിലും വലിയൊരു ഭൂരിപക്ഷം നിലനിർത്തുക എന്നത് പ്രയാസകരമായ കാര്യമാണ്. രാജീവ് ചന്ദ്രശേഖറിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ BJP നടത്തുന്ന നീക്കങ്ങൾ മണ്ഡലത്തെ ഒരു ദേശീയ പോരാട്ട വേദിയായി മാറ്റുമെന്ന കാര്യത്തിലും സംശയമേതുമില്ല. UDF ഈ പോരാട്ടത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നതും ഏറെ നിർണായകമാണ്. രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഒരു പ്രമുഖ നേതാവ് BJPക്ക് വേണ്ടി വരുമ്പോൾ മതേതര വോട്ടുകൾ ഏകീകരിക്കപ്പെടുമോ അതോ മുരളീധരനെ പോലെയുള്ള മറ്റൊരു വലിയ നേതാവിനെ കോൺഗ്രസ് രംഗത്തിറക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. മറ്റൊന്ന് ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രിമാർ നേരിടുന്ന ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. ഈ ഘടകം ഇത്തവണ നേമത്ത് വളരെ പ്രകടമായി പ്രതിഫലിക്കാൻ സാധ്യതയുമുണ്ട്. 10 വർഷത്തെ തുടർച്ചയായ ഇടതുഭരണത്തിന് ശേഷം നേരിടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ മൊത്തത്തിലുള്ള പ്രകടനവും മണ്ഡലത്തിലെ പ്രാദേശിക പ്രശ്നങ്ങളും വോട്ടർമാരുടെ തീരുമാനത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നേമം സർവീസ് സഹകരണ ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മണ്ഡലത്തിലെ സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിനെ പ്രതിരോധിക്കാൻ നിക്ഷേപകരുടെ സംഗമം വിളിച്ചു ചേർക്കാനും ഫണ്ട് അനുവദിക്കാനും മന്ത്രി നടത്തുന്ന നീക്കങ്ങൾ വോട്ടർമാരിൽ ഉണ്ടാക്കുന്ന അതൃപ്തി എത്രത്തോളം കുറയ്ക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിലുള്ള ശിവൻകുട്ടിയുടെ വ്യക്തിപരമായ ഇമേജ് ഒരു പരിധിവരെ ഭരണവിരുദ്ധ വികാരത്തെ തടയാൻ സഹായിച്ചേക്കാം. പൊതുവിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും ജനങ്ങളുമായുള്ള സമ്പർക്ക പരിപാടികളും അദ്ദേഹത്തിനൊരു ജനകീയ മുഖം നൽകിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എന്നിരുന്നാലും ഭരണവിരുദ്ധ വികാരം എന്നത് പലപ്പോഴും വ്യക്തിഗത പ്രകടനത്തെക്കാൾ ഉപരിയായി സർക്കാരിന്റെ പൊതുവായ നയങ്ങളോടുള്ള പ്രതികരണമായിട്ടാണ് മാറാറുള്ളത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പല വാർഡുകളിലും ഇടതുപക്ഷത്തിനുണ്ടായിരുന്ന വോട്ട് കുറവ് ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചനയായിട്ട് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എങ്കിലും അതിനെ മറികടക്കാൻ മന്ത്രി എന്ന നിലയിലുള്ള തന്റെ സ്വാധീനവും മതേതര വോട്ടുകളുടെ ഏകീകരണവും ശിവൻകുട്ടി പ്രതീക്ഷിക്കുന്നു. എന്നാൽ രാജീവ് ചന്ദ്രശേഖറിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഉറച്ചിറങ്ങുന്ന BJPയും നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന UDFും ചേരുമ്പോൾ നേമത്തെ ഫലം പ്രവചനാതീതമായി തുടരുകയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 3949 വോട്ടുകളുടെ ചെറിയ ഭൂരിപക്ഷത്തിനാണ് ശിവൻകുട്ടി നേമം പിടിച്ചെടുത്തത് എന്ന് നമുക്കറിയാം. ഈ നേരിയ മുൻതൂക്കം 2026 വലിയൊരു വെല്ലുവിളിയായി അദ്ദേഹത്തിന് മുന്നിൽ ഇപ്പോഴുമുണ്ട്. പ്രധാനമായും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ നേമം നിയമസഭാ മണ്ഡലത്തിൽ BJPക്ക് 22,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചിരുന്നു എന്നത് ശിവൻകുട്ടിക്ക് ആശങ്ക നൽകുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ലോക്സഭാ വോട്ടുകൾ നിയമസഭയിലും BJP നിലനിർത്തുകയാണ് എങ്കിൽ ശിവൻകുട്ടിയുടെ നിലവിലെ ചെറിയ ഭൂരിപക്ഷം കൊണ്ട് മാത്രം വിജയിച്ചു കയറുക വളരെ പ്രയാസകരമാണ്. എന്നാൽ BJPയെ തടയാൻ ആഗ്രഹിക്കുന്ന UDF വോട്ടുകൾ കഴിഞ്ഞ തവണത്തെ പോലെ ഇടതുപക്ഷത്തേക്ക് ഏകീകരിക്കപ്പെടുകയാണ് എങ്കിൽ അദ്ദേഹത്തിന് ഈ സീറ്റ് നിലനിർത്താൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ലോക്സഭയിലെ 22,000 വോട്ടിന്റെ നഷ്ടം നികത്തി സ്വന്തം വോട്ട് ബാങ്ക് സംരക്ഷിക്കുക എന്ന കടുത്ത പോരാട്ടമാണ് ഇക്കുറി ശിവൻകുട്ടി നേരിടുന്നത്. ഇടതുകോട്ട നിലനിർത്താൻ ശിവൻകുട്ടിയും താമര വിരിയിപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖരനും എത്തുമ്പോൾ ഇനി തെളിയാനുള്ളത് UDFന്റെ സ്ഥാനാർത്ഥി ചിത്രം തന്നെയാണ്. എന്തും സംഭവിക്കാം. ഇത് കേരള രാഷ്ട്രീയമാണല്ലോ. നിങ്ങളുടെ വിലയിരുത്തലുകൾ എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് വീണ്ടും കാണാം.